നിങ്ങൾക്കറിയോ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 11:15 വരെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കും. അതല്ല ഇപ്പോൾ ലെറ്റ്സ് സേ സ്റ്റോക്കിലാണെങ്കിൽ രാവിലെ 9 തൊട്ട് 3:30 വരെയാണ്. ബട്ട് എന്നാൽ കമ്മ്യൂണിറ്റി മാർക്കറ്റിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 11:15 വരെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇല്ല കോളേജിൽ പോവുകയാണ്, സ്കൂൾ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് വൈകുന്നേരം ഒരു 7 മണി തൊട്ട് 11:15 വരെ ട്രേഡ് ചെയ്യാൻ പറ്റുമേ. അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് തീർച്ചയായിട്ടും ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് കമ്മ്യൂണിറ്റി മാർക്കറ്റ്, ടൈപ്സ് ഓഫ് കമ്മ്യൂണിറ്റി ട്രേഡിംഗ്, അതുപോലെ തന്നെ ഫണ്ടമെന്റൽസ് നമ്മൾ ഇവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. ദിസ് ഈസ് മീ അരുൺ ഹിയർ, യുവർ കോച്ച്, യുവർ മെന്റർ, യുവർ ട്രെയിനർ ഇൻ ട്രേഡിംഗ്. അപ്പോൾ ആദ്യം തന്നെ കാര്യം പറയുകയാണ്, നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നേരെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടുക. കുറേ അധികം ഡീറ്റെയിൽഡ് വീഡിയോസ് സ്റ്റോക്ക് മാർക്കറ്റ് ബേസ് ആയിട്ടും ഫിനാൻസ് ബേസ് ആയിട്ടും കമ്മോഡിറ്റി ട്രേഡിംഗ്, ഫോറക്സ് ട്രേഡിംഗ്, ക്രിപ്റ്റോ ട്രേഡിംഗ് ഇതെല്ലാം തന്നെ ഇതിനകത്ത് വരുന്നതായിരിക്കും. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബാക്ക് ടു ടോപ്പിക്. അപ്പോൾ കമ്മോഡിറ്റി മാർക്കറ്റിലെ കമ്മോഡിറ്റി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഈ ഒരു എർത്തിൽ നിന്ന് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ കമ്മോഡിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഗോൾഡ്, സിൽവർ, നാച്ചുറൽ ഗ്യാസ്, അലൂമിനിയം, കോപ്പർ, അതല്ലാന്നുണ്ടെങ്കിൽ റൈസ്, വീറ്റ്, ഇതൊക്കെ തന്നെ നമുക്ക് കമ്മോഡിറ്റീസ് എന്ന് പറയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കമ്മോഡിറ്റീസിന്റെ പ്രൈസ് മൂവ് ചെയ്യുന്നില്ല, പ്രൈസ് മുകളിലേക്കും താഴത്തേക്കും പോകുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡിന്റെ ബേസിസിലാണ്. സപ്ലൈ ആൻഡ് ഡിമാൻഡ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ടെക്നിക്കൽ അനാലിസിസ് വഴിയോ പ്രൈസ് ആക്ഷൻ വഴിയോ നിങ്ങൾ ഈ സപ്ലൈ ഡിമാൻഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ട്രേഡ് ചെയ്ത് നല്ലൊരു പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. കമ്മോഡിറ്റി ട്രേഡിംഗിൽ നമ്മുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ കമ്മോഡിറ്റി എപ്പോഴും സൈക്ലിക് നേച്ചർ, അതായത് ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ കടന്ന് ഇങ്ങനെ കളിക്കുകയായിരിക്കും ചെയ്യുന്നത്. ലെറ്റ്സ് സേ നിഫ്റ്റിയുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു 20 വർഷം മുമ്പ് നിഫ്റ്റി എവിടെ നിൽക്കുകയാണ്? ഈ ഒരു റേഞ്ച് നല്ലൊരു അപ് ട്രെൻഡ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുപോലെ ഫോർ എക്സാമ്പിൾ നമുക്ക് റിലയൻസ് എടുത്ത് നോക്കാം. റിലയൻസ് ഒരു 20 വർഷം മുമ്പ് എവിടെയാണ്? ഈ ഒരു താഴെ നിന്ന് നല്ലൊരു അപ് ട്രെൻഡ്, നല്ലൊരു ട്രെൻഡി ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ബട്ട് എന്നാൽ നമുക്ക് കമ്മോഡിറ്റി ലെറ്റ്സ് സേ ക്രൂഡ് ഓയിൽ ഒന്ന് എടുത്ത് നോക്കാം. ക്രൂഡ് ഓയിലിന്റെ കണ്ടോ ഓൾമോസ്റ്റ് 20 വർഷം മുമ്പ് എവിടെയാണ് നിൽക്കുന്നത്? ഒരു സൈക്ലിക് ആയിട്ട് ചെറിയൊരു അപ്പ് ഡൗൺ എന്ന രീതിയിൽ മാത്രമാണ് കമ്മോഡിറ്റി നിന്നിട്ടുള്ളത്. വലിയ മൂവ്മെന്റ് ഒന്നും തന്നെ വന്നിട്ടില്ലതാണ്. അതുകൊണ്ടാണ് ഇതിനെ സൈക്ലിക് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ സൈക്ലിക് ഇൻ നേച്ചർ എന്ന് പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് ടൈപ്സ് ഓഫ് കമ്മോഡിറ്റീസ്. പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മോഡിറ്റീസ് ഉണ്ട്. മെയിൻലി 4 എണ്ണമാണ് ഉള്ളത്. ആദ്യത്തേത് ബേസ് മെറ്റൽസ് എന്ന് പറയും, രണ്ടാമത്തേത് പ്രഷ്യസ് മെറ്റൽസ് എന്ന് പറയും, മൂന്നാമത്തേത് എനർജി കമ്മോഡിറ്റീസും, നാലാമത്തേത് അഗ്രി കമ്മോഡിറ്റീസ് എന്ന് പറയും. സോ ഈ ബേസ് കമ്മോഡിറ്റിയിൽ വരുന്നതാണ് ഈ അലുമിനിയം, കോപ്പർ, സിങ്ക്, ലെഡ്, ഇതൊക്കെ ബേസ് കമ്മോഡിറ്റീസിൽ വരുന്നതാണ്. സോറി, ബേസ് മെറ്റൽസിൽ വരുന്നതാണ്. പ്രഷ്യസ് മെറ്റൽസിൽ ആ ഒരു വേടി തന്നെ ഉണ്ടല്ലേ, പ്രഷ്യസ് മെറ്റൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗോൾഡ്, സിൽവർ, ഇതൊക്കെ പ്രഷ്യസ് മെറ്റൽസിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇനി എനർജി കമ്മോഡിറ്റീസ് എന്ന് പറയുമ്പോഴോ ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഇതൊക്കെ എനർജി കമ്മോഡിറ്റീസിന്റെ അണ്ടറിലാണ് വരുന്നത്. ആൻഡ് ഫൈനലി അഗ്രി കമ്മോഡിറ്റീസ് എന്ന് പറയുമ്പോൾ റൈസ്, വീറ്റ്, കോട്ടൺ, ഇതൊക്കെ അഗ്രി കമ്മോഡിറ്റീസിന്റെ ബേസിലാണ് വരുന്നത്, അണ്ടറിലാണ് വരുന്നത്. ഇപ്പൊ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മോഡിറ്റീസ്. ഒന്നുകൂടെ പറയുകയാണ്, ബേസ് മെറ്റൽസ്, പ്രഷ്യസ് മെറ്റൽസ്, എനർജി കമ്മോഡിറ്റീസ് ആൻഡ് ഫൈനലി അഗ്രി കമ്മോഡിറ്റീസ്. സോ ടൈപ്സ് ഓഫ് കമ്മോഡിറ്റി എന്താണെന്ന് മനസ്സിലായിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇച്ചിരി ഇൻ ഡെപ്ത് ഫണ്ടമെന്റലോട്ട് പോയി നോക്കിയാലോ? ഇല്ല എങ്ങനെ നമുക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അത് മാത്രമല്ല ലോഡ് സൈസ് ഒക്കെ എത്രയാണ് എന്നൊന്ന് മനസ്സിലാക്കിയാലോ? ആദ്യം തന്നെ നമുക്കിപ്പോൾ സ്റ്റോക്കിന്റെ കേസിലാണെങ്കിൽ നമുക്ക് അതിന് ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാഷ് മാർക്കറ്റിൽ നമുക്ക്, അതായത് നമുക്ക് നേരെ ഇക്വിറ്റിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ബട്ട് എന്നാൽ കമ്മോഡിറ്റീസിൽ നമുക്ക് ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും മാത്രമായിരിക്കും ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ലോഡ് സൈസ് വരും അല്ലെ, ഡെറിവേറ്റീവ്സ് വരുമ്പോൾ ലോഡ് സൈസ് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെയൊക്കെ ലോഡ് സൈസ് എത്രയാണ് എന്ന് നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. ആദ്യം തന്നെ ഗോൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ലോഡ് സൈസ് എന്ന് പറയുന്നത് 1 കിലോയാണ്. ലെറ്റ്സ് നമ്മുടെ നോർമൽ മാർക്കറ്റിൽ 1 കിലോ ഗോൾഡ് ഒരു 50 ലക്ഷം രൂപ 60 ലക്ഷം രൂപ ഒക്കെ ആകുമായിരിക്കും. ബട്ട് എന്നാൽ നമുക്ക് 1 ലക്ഷം രൂപ 1 കിലോ ഗോൾഡ് കമ്മ്യൂണിറ്റി മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് അത്രത്തിന്റെ ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. ഓൾമോസ്റ്റ് ഒരു 1 lakh to 2 lakh മാത്രം മതി നമുക്ക് ഗോൾഡ് ട്രേഡ് ചെയ്യാനായിട്ട്. ബട്ട് ഇപ്പോഴും നിങ്ങൾക്ക് പ്രശ്നമുണ്ട്, അയ്യോ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ കാണുകയില്ല എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ ഡോണ്ട് വരി, ഇതിന് മിനി കോൺട്രാക്ട്സ് ഉണ്ട്, ഇതിനേക്കാളും ലോവസ്റ്റ് വളരെ ചെറിയ എമൗണ്ടിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതൊക്കെ. ഇതൊക്കെ ഇൻഡെപ്ത് ഈ വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. രണ്ടാമത്തത് ക്രൂഡ് ഓയിൽ, മദർ ഓഫ് ഓൾ കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലിനെയാണ്. ഇത് മെഷർ ചെയ്യുന്നത് ബാരലിലാണ്. ഒരു ലെറ്റ്സ് സേ കമ്മോഡിറ്റിയുടെ ഒരു ലോട്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 100 ബാരലാണ് വരുന്നത്. അടുത്തത് നമുക്കറിയാവുന്നത് നാച്ചുറൽ ഗ്യാസ്
ഗ്യാസ് ആണ്. നാച്ചുറൽ ഗ്യാസ് മെഷർ ചെയ്യുന്നത് MMBTU എന്ന് പറയുന്ന ഒരു യൂണിറ്റിലാണ്. സോ അത്ര കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഇതിന്റെ ലോഡ് സൈസ് എന്ന് പറയുന്നത് 1250 MMBTU എന്നൊരു യൂണിറ്റിലാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതൊക്കെ ജസ്റ്റ് ലോഡ് സൈസ് എന്താണ്, എത്രയാണ് എന്നൊന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. അടുത്തത് സിൽവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് kg തന്നെയാണ്, 30 കിലോയാണ് ഒരു ലോട്ട് എന്ന് പറയുന്നത്. സോ ഓൾമോസ്റ്റ് നമുക്കൊരു വേഗ ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ പേടിക്കുന്നുണ്ടായിരിക്കും, ഗോൾഡ് 60 കിലോ, ഗോൾഡ് 1 കിലോ ആണ് വരുന്നത്, സിൽവർ 30, ഹ്യൂജ് എമൗണ്ട് വേണ്ടേ എന്നുള്ളതൊക്കെ. ഇവിടെ പല പല സെഗ്മെന്റ്സ് ഉണ്ട്. നമുക്ക് സ്റ്റാൻഡേർഡ് സെഗ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ മിനി കോൺട്രാക്ട് ഉണ്ട്. മിനി എന്ന് പറയുമ്പോൾ ഗോൾഡ് മിനി, സിൽവർ മിനി, ക്രൂഡ് മിനി, ദെൻ നാച്ചുറൽ ഗ്യാസ് മിനി, ഇതിൻ്റെ എല്ലാം മിനി കോൺട്രാക്ട്സ് ആണ്. ഈ മിനി കോൺട്രാക്ട്സ് ഒക്കെ ഒരു ലോട്ട് വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് വെറും ഒരു 5000 രൂപ ഇല്ലെങ്കിൽ 10000 രൂപയ്ക്ക് താഴെ മാത്രം മതി. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഗോൾഡിൽ ഒരു ട്രേഡ് ചെയ്ത് ഓൾമോസ്റ്റ് ലൈക്ക് 25,000 പ്ലസ് നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഗോൾഡിൽ രണ്ടാമത് ഒരു ട്രേഡ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 1.2 ലാക്കോളം നമ്മൾ ജനറേറ്റ് ചെയ്ത വീഡിയോ എല്ലാം അപ്ലോഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ 2 വീഡിയോസ് പോയി കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ പല പല സെഗ്മെന്റ് ഉണ്ട്. ഗോൾഡ് ഉണ്ട്, ഗോൾഡ് മിനി ഉണ്ട്, ഗോൾഡ് ജീനി ഉണ്ട്, ദെൻ അതുപോലെ തന്നെ ഗോൾഡ് പെറ്റൽസ്, പല പല സെഗ്മെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഹ്യൂജ് ക്യാപിറ്റൽ വേണമെന്ന് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് ചെയ്യുന്ന സ്റ്റോക്സിൽ ഇല്ലെങ്കിൽ ഇൻഡീസസിൽ ചെയ്യുന്ന പോലെ 5000 രൂപ 10000 രൂപയ്ക്കൊക്കെ തന്നെ നമുക്കിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ബട്ട് എന്നാൽ നമുക്കിതിനകത്ത് NSE BSE മാത്രം പോരാ, MCX കൂടെ നിങ്ങളുടെ ബ്രോക്കറിൽ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, ഏത് ബ്രോക്കറിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എല്ലാ ബ്രോക്കേഴ്സിലും പറ്റുന്നതാണ്. ബട്ട് എന്നാൽ ചില ബ്രോക്കേഴ്സ് ഉണ്ട്, ഗ്രോ, അത് നമുക്ക് കമ്മ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് ദൻ യൂസ് ചെയ്യാനായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിംഗിൾ മാർജിൻ ആണ് വരുന്നത്. നോർമലി ഇപ്പോൾ സീറോദയിലൊക്കെ ആണെങ്കിൽ കമ്മ്യൂണിറ്റി മാർക്കറ്റിലും ഇക്വിറ്റി മാർക്കറ്റിലും ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സെപ്പറേറ്റ് അക്കൗണ്ട് ആണ് വരുന്നത്. അതായത് 2 സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫണ്ട് ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ എന്നാൽ ദൻ ഇല്ലെങ്കിൽ ഐ തിങ്ക് 5 yearsഉം സിംഗിൾ മാർജിൻ തന്നെയാണെന്ന് തോന്നുന്നു. ദെൻ വേറെ കുറച്ച് ബ്രോക്കേഴ്സ് ഉണ്ട് സിംഗിൾ മാർജിനുള്ള. ആ ടൈപ്പ് ബ്രോക്കേഴ്സിലോട്ട് നിങ്ങൾ ഇനിയും യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുക. സോ അതായത് നമുക്ക് സിംഗിൾ മാർജിൻ ആകും, ഒരു അക്കൗണ്ടിൽ മാത്രം ലോഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇക്വിറ്റി ട്രേഡ് ചെയ്യാനും കമ്മ്യൂണിറ്റി ട്രേഡ് ചെയ്യാനായിട്ടും രണ്ടും പറ്റുന്നതായിരിക്കും. ഇതിനെപ്പറ്റി ഇൻഡെപ്ത് വീഡിയോ, അതായത് ഗോൾഡ് മിനി, ഗോൾഡ് ഇല്ലെങ്കിൽ ഗോൾഡ് പെറ്റൽ, ഇതിനെപ്പറ്റിയൊക്കെ ഒരു ഇൻഡെപ്ത് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റിലൂടെ അറിയിക്കുക. അത് മാത്രമല്ല, ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റിലൂടെ പറയുക. ആൻഡ് ഓൾസോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ദാറ്റ്സ് ഇറ്റ്.